ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്ത് പറയുകയല്ല. അത് കഷ്ടപ്പെട്ട ജോലിയാണ്. കൂടുതൽ കഷ്ടപ്പാടാക്കുന്നത് റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്ന ഓഫീസർമാരാണ്. ഇവർ കുറച്ചൊന്ന് കഷ്ടപ്പാടൊന്ന് ലഘൂകരിച്ചിരുന്നെങ്കിൽ, അതായത് ഞങ്ങൾക്ക് മാന്യമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമം തരിക, 2 നൈറ്റ് ഡ്യൂട്ടി കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്, കമ്മിറ്റികളുണ്ട്. അതൊന്നും അനുസരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു റിലാക്സേഷൻ തന്നിരുന്നെങ്കിൽ ഒരു മനോഹരമായ ജോലിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊരു ചലഞ്ചിങ് ജോബാണ്. ഓഫ് കോഴ്സ് ആൾക്കാർ വന്ന് മരിക്കും. അതിപ്പോൾ എവിടെയാണെങ്കിലും മരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡിൽ നമ്മളൊരു ട്രെയിൻ അല്ല ഒരു വാഹനം ഓടിക്കുന്ന ഒരാളെ ചിലപ്പോൾ ഒരാൾ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയിട്ടിരുന്ന് ആലോചിക്കും, ശരി ഞാൻ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചിരുന്നെങ്കിൽ, അല്ല ഇത്തിരി ഒന്ന് വേഗത കുറച്ചിരുന്നെങ്കിൽ, അതല്ല ഞാനൊന്ന് ബ്രേക്ക് ചവിട്ടിയിരുന്നെങ്കിൽ, ആ സമയത്ത് ഒന്ന് വെട്ടിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പറയാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അയാൾക്ക് സാധിക്കും. പക്ഷേ ഒരു ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. കാരണം ചെയ്യാവുന്ന എല്ലാം അയാൾ ചെയ്തു കഴിഞ്ഞു. ഹോൺ അടിക്കുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം അയാൾക്ക് വെട്ടിച്ചു മാറ്റാൻ പറ്റില്ല, സ്റ്റിയറിംഗ് ഇല്ല. പാളതിലാണോ അതിലേ പോകത്തുള്ളൂ. സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്പീഡ് തീരുമാനിക്കുന്നതോ നമ്മളല്ല. നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ആ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളതിന് ന്യായീകരണം കണ്ടെത്തും. എൻ്റെ കുഴപ്പം കൊണ്ടല്ല അയാൾ മരിച്ചതെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിതിൽ നിന്നും